നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ലോകത്ത് പല ഭാഗത്തും അടിക്കടി വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുരളി തുമാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. പ്രവാസികൾക്കായി ഇന്ന് പ്രവാസി മലയാളിയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ്. വാർത്തയിലേക്ക്. ജപ്പാനിൽ ചിക്കനെ കൊല്ലുന്നത് എങ്ങനെ? ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് തുടങ്ങുന്നത്. തിരക്കുള്ള ബസ്സുകളിലും ട്രെയിനുകളിലും മറ്റും പൊതു ഇടങ്ങളിലും സ്ത്രീകളുടെ ശരീരത്തിൽ ലൈംഗിക താല്പര്യത്തോടെ പിടിക്കുക, അതായത് ഗ്രോപ്പിംഗ് എന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു വൈകൃതമാണ്. സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികൾക്ക് മുതൽ പെൻഷൻ മേടിക്കാൻ പോകുന്ന അമ്മൂമ്മമാർക്ക് വരെ ഇതൊരു സ്ഥിരം യാഥാർത്ഥ്യവുമാണ്. സ്പർശിക്കുന്നവർക്ക് ഇതൊരു നൈമിഷികമായ സുഖമാണെങ്കിലും ഇതിനിരയാക്കുന്നവർക്കുണ്ടാകുന്ന ഭീതി, അറപ്പ്, മാനസിക വിഷമങ്ങൾ എല്ലാം വളരെ വലുതാണ്. എന്നിട്ടും ഇതൊരു വലിയ സംഭവമേ അല്ല എന്ന മട്ടിലാണ് സമൂഹം ഇത്തരക്കാരോട് പെരുമാറുന്നത്. സമൂഹത്തിൽ നിന്നും ഇത്തരം പെരുമാറ്റം കാലകാലമായി ഉണ്ടാകുന്നതിനാലും അതിനെതിരെ വ്യക്തിപരമായി പ്രതികരിച്ചാൽ ചുറ്റുമുള്ളവരിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടാത്തതിനാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പോലീസിൽ ഏൽപ്പിച്ചാൽ പോലും അതിനപ്പുറമൊന്നും സംഭവിക്കാത്തതിനാലും ഇത്തരം പെരുമാറ്റങ്ങളെ അവഗണിക്കുകയാണ് ഭൂരിഭാഗം സ്ത്രീകളും മിക്കപ്പോഴും ചെയ്യുന്നത്. ചെറുപ്പത്തിലെ തന്നെ ഈ വക പെരുമാറ്റങ്ങൾ അവഗണിക്കാൻ അമ്മമാർ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു. നാട്ടിൽ പോകുന്നതിനു മുൻപ് പെൺകുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന വിദേശത്തുള്ള അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിലെ കേരളത്തിന് ഇത് വലിയ നാണക്കേടാണ്. ഇത്തരം പെരുമാറ്റങ്ങൾ കേരളത്തിലെ ആണുങ്ങളുടെ മാത്രം കുത്തകയല്ല. ഇന്ത്യയിൽ പല നഗരങ്ങളിലും ഇതിലും വഷളാണ് സ്ഥിതി. ഇക്കാര്യത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഈജിപ്തും ലോക റാങ്കിങ്ങിൽ നമ്മളുമായി മത്സരിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും സ്വതന്ത്രമായി ഇടപെടാൻ സമൂഹത്തിന്റെ വിലക്കുകളുണ്ടോ അവിടങ്ങളിലാണ് ഇത്തരം പ്രവണത കൂടുതൽ കാണുന്നത്. എന്നാൽ ഇതിനൊരു അപവാദമാണ് ജപ്പാൻ. പൊതുവിൽ ഒരു ആധുനിക സമൂഹമായ ജപ്പാനിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെറുപ്പത്തിലെ അടുത്തിടപഴകുന്നു, സ്വന്തം പങ്കാളിയെ കണ്ടുപിടിക്കുന്നു. പക്ഷേ തിരക്കുള്ള ജപ്പാനിലെ ട്രെയിനുകളിൽ സ്ത്രീകളെ കയറി പിടിക്കുന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ജപ്പാനീസ് പ്രശ്നമാണ്. ജപ്പാനിൽ ചിക്കാൻ എന്നാണ് ഈ പ്രവൃത്തിയുടെ പേര്. ഇതിന്റെ ഇരയാകാത്ത സ്ത്രീകൾ ജപ്പാനിലില്ല എന്ന് തന്നെ പറയാം. ഇന്നത്തെ കേരളത്തെ പോലെ അവിടുത്തെ സ്ത്രീകളും ഇതിനെ അവഗണിക്കാൻ പഠിക്കുകയായിരുന്നു പതിവ്. 2015 ഒരു സ്കൂൾ കുട്ടി ചെറുതെങ്കിലും വിപ്ലവകരമായ ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ സ്കൂൾ ബാഗിൽ ഒരു ബോർഡ് എഴുതി വെച്ചു, ഗ്രോപ്പിംഗ് ഈസ് എ ക്രൈം, ഐ വിൽ നോട്ട് ക്രൈ മൈസെൽഫ് ടു സ്ലീപ്പ്. പിടിക്കാൻ വന്നവർക്ക് കാര്യം മനസ്സിലായി. ആരും ആ കുട്ടിയെ ഉപദ്രവിച്ചില്ല. ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയ ഒരു ജപ്പാനീസ് വീട്ടമ്മ ക്രൗഡ് ഫണ്ടിലൂടെ ഇതേ കാര്യം എഴുതിയ ഒരു ബാഡ്ജ് ഉണ്ടാക്കി. ഇത് ധരിച്ച് പുറത്തിറങ്ങിയ 95% സ്ത്രീകളുടെ നേരെയും കയറി പിടിക്കാനുള്ള ശ്രമം പിന്നീട് ഉണ്ടായില്ല. ബാഡ്ജ് മാത്രമല്ല, ഈ കുട്ടിയുടെ പ്രവൃത്തിയിൽ നിന്നുമുണ്ടായത് ഈ വിഷയം സമൂഹത്തിൽ ചർച്ചയായി. എങ്ങനെയെല്ലാം ഈ വിഷയത്തെ നേരിടാമെന്ന് സാങ്കേതിക വിദഗ്ധരും പോലീസും സമൂഹവും ചർച്ച ചെയ്തു തുടങ്ങി. ട്രെയിനിലും ബസ്സിലും ക്യാമറകൾ വന്നു. മൊബൈൽ ഫോണിൽ ചിക്കൻ റൈഡർ എന്നൊരു ആപ്പും. ഏതെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും ഗ്രോപ്പിംഗിന് ഇരയായാൽ ആ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം. ഏതൊക്കെ നഗരത്തിൽ, ഏതൊക്കെ റൂട്ടിൽ, ഏതൊക്കെ സമയത്താണ് ഇത്തരം സാമൂഹിക ദ്രോഹികൾ ഇറങ്ങുന്നതെന്ന് പോലീസിനും മറ്റു സ്ത്രീകൾക്കും അറിവ് കിട്ടും. ജപ്പാനിലെ പോലീസ് ഡിക്കി പോലീസ് എന്നൊരു ആപ്പ് ഉണ്ടാക്കി. ആരെങ്കിലും ഇത്തരം പ്രവൃത്തികൾക്ക് വിധേയരാവുകയോ അത് കാണുകയോ ചെയ്താൽ ഒരു ബട്ടൺ അമർത്തിയാൽ അവിടെ വലിയ ഒച്ചപ്പാടുണ്ടാകും. ഇവിടെ ഒരു തെമ്മാടിയുണ്ട്, രക്ഷിക്കുക എന്നൊരു സന്ദേശം പോലീസിന് ലഭിക്കുകയും ചെയ്യും. ഇതിലും രസകരമായ മറ്റൊരു കണ്ടുപിടുത്തം ജപ്പാൻകാർ നടത്തി. ശരീരത്തിൽ കയറി പിടിക്കാൻ വരുന്നവരുടെ നേരെ ഇൻവിസിബിളായ ഒരു മഷി പ്രയോഗിക്കുക. അതിനുശേഷം അൾട്രാ വയലറ്റ് ലൈറ്റ് അടിച്ചാൽ മഷി തെളിഞ്ഞു വരും. ബസ്സിറങ്ങി ഡീസൻ്റായി വരുന്ന ആളുകളെ വിമാനത്താവളത്തിലെ പോലെ ഒരു സ്കാനറിലൂടെ കടത്തിവിട്ടാൽ ചിക്കൻ വർക്കിങ്ങിന് പോകുന്നവർക്ക് ഗോതമ്പുട്ട തിന്നാം. ഞാൻ എൻ്റെ ആൺ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയം കേരളത്തിൽ എത്രമാത്രം വ്യാപകമാണെന്ന് അവർക്കൊരു ധാരണയുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത് എത്ര വലിയ കാര്യമാക്കാനുണ്ടോ എന്നതാണ് ചിന്ത. അതിനിപ്പോൾ ആപ്പൊക്കെ വേണോ? പ്രശ്നമുണ്ടാകുമ്പോൾ തന്നെ കുഴപ്പക്കാരെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകാം.
അവർക്കൊന്നും അവരെ ശരിക്ക് വിശ്വസിക്കുന്ന, അവരോട് തുറന്ന് സംസാരിക്കാൻ തോന്നുന്ന സ്ത്രീകൾ ചുറ്റുമില്ല എന്ന് മാത്രം തൽക്കാലം പറയാം. ജപ്പാനിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ കേരളത്തിലെ സ്ത്രീകളും പോലീസും ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപ് പറഞ്ഞതുപോലെ 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ ദിവസേന എന്ന പോലെ ഇത്തരം കടന്നുകയറ്റങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നത് നമ്മെ ശരിക്ക് നാണിപ്പിക്കേണ്ടതാണ്. പോലീസും സാങ്കേതിക വിദഗ്ധരും സ്ത്രീകളും ഒത്തുശ്രമിച്ചാൽ ജപ്പാനിലെ പോലെ ഈ വിഷയത്തിൽ നമുക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. മുരളി തുമാരുകുടി. ഫേസ്ബുക്ക് പോലുള്ളൊരു മാധ്യമത്തിൽ മുരളി തുമാരുകുടി എഴുതിയ ഈ ഒരു കുറിപ്പ് എവിടെയും ചർച്ചാ വിഷയമാവുകയാണ്. അദ്ദേഹം പറയുന്നത് പോലെ ജപ്പാനിൽ തുടങ്ങി വെച്ചൊരു മാറ്റം എന്തുകൊണ്ട് കേരളത്തിലും ആയിക്കൂടാ? ഇത് തന്നെയാണ് പ്രവാസി മലയാളി ഇന്ന് നിങ്ങളോടും സംസാരിച്ചത്. ജപ്പാനിൽ തുടങ്ങി വെച്ചൊരു പ്രവൃത്തി കേരളത്തിലും ആവർത്തിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.